കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളേവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം ഒരു സാവകാശമായ സന്ദർഭം കൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. നാം ഒക്കെ ആയിരുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ കൃപ നമ്മെ താങ്ങി. ദൈവം നമ്മെ ഇത്രത്തോളം പരിപാലിച്ച കർത്താവിന്റെ കരുണകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളും ആത്മീയ കൂട്ടായ്മകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകി. അതിലൊക്കെയും കടന്നു വരാനും സംബന്ധിപ്പാനും ആത്മാർത്ഥതയും ഉത്സാഹവും കാണിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ ഒരാഴ്ചക്കാലം നമ്മുടെ സഭയുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിച്ച, ഉപവസിക്കുവാനായിട്ട് തയ്യാറായ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്കെല്ലാം അവസരങ്ങൾ നൽകിയല്ലോ. അല്ലെ പല പ്രിയപ്പെട്ടവർക്കും ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ കഴിയാതെ പലരും ശാരീരിക പ്രയാസങ്ങളിൽ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നു. അവരുടെ ആശ്വാസത്തിനായും സമാധാനത്തിനായും സന്തോഷത്തിനായും പ്രാർത്ഥിക്കുവാൻ പിന്നെയും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവാപാരപീഠത്തിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കാൻ വിട്ടുപോയെങ്കിലും ഇടപ്രാർത്ഥനകളിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം വൈപിയുടെ മീറ്റിംഗും നടത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എല്ലാ സെക്കൻഡ് സൺഡേയിലും നമ്മൾ വൈപിയുടെ മീറ്റിങ്ങുകൾ ആ നിലയിൽ നടത്തുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലവും ആ മീറ്റിംഗ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് സമയത്തിന്റെ പരിധി മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ശുശ്രൂഷകൾ മുന്നോട്ട് നയിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. സങ്കീർത്തന പുസ്തകങ്ങളെ 5ആയി തരം തിരിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ 2 പുസ്തകങ്ങളുടെ സമാപന സങ്കീർത്തനമാണ് 72-ാം സങ്കീർത്തനം എന്നുള്ളത്. നമുക്കതിന്റെ അവസാന ഭാഗങ്ങളിൽ നിന്നും 73-ാം സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കുവാനായി കഴിയുന്നു. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളായ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളെ 5 സങ്കീർത്തന ഭാഗങ്ങളോട് ചേർത്ത് ഉപമിച്ചു പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും ഇടയായിത്തീരുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2ാമത്തെ പുസ്തകമായ പഞ്ചഗ്രന്ഥങ്ങളിലെ 2ാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പുറപ്പാട് പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഹല്ലേലൂയ മിസ്രൈമിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഒരു പുറപ്പാടാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിലെ 2ാമത്തെ പുസ്തകങ്ങളും ആരംഭിക്കുന്ന ഭാഗം മുതൽ നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ ദൈവജനത്തിന്റെ പുറപ്പാടിനെ കുറിച്ചുള്ള വർണ്ണനകളാണ് നമുക്കതിനകത്ത് കാണുവാൻ കഴിയുന്നത്. ദൈവജനം എന്നും ഈ ഭൂമിയിൽ ഈ നിലകളിൽ ഒരിടത്തു തന്നെ പാർക്കേണ്ടവരല്ല. അവർക്കൊരു പുറപ്പാടുണ്ട്, അവർക്കൊരു യാത്രയുണ്ട്. അവർക്ക് ഇവിടെ നിന്ന് ഹല്ലേലൂയ ദൈവം കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക്, ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ളതായ ഒരു പ്രയാണമുണ്ടെന്നുള്ള ആ വർണ്ണനകളാണ് 42-ാമത്തെ സങ്കീർത്തനം മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായി കഴിയുന്ന. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ സമയത്തിന്റെ ചുരുക്കത്താൽ വേഗത്തിൽ ഇന്ന് പകൽ വായിച്ച ആ സങ്കീർത്തന ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 72-ാമത്തെ സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് ഈ പകൽക്കാലത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. 72-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം. അവൻ നിലവിളിക്കുന്ന ദരിദ്രന്റെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. വളരെ അർത്ഥവ്യാപ്തി ഉള്ളതായ ഒരു ദൈവവചനമാണ് നമുക്ക് വായിപ്പാൻ ഇടയായിത്തീരുന്നത്. ഒരുപാട് സമയങ്ങൾ ചിന്തിക്കുവാനുള്ള ഗഹനമേറിയായിട്ടുള്ളതായ വിഷയങ്ങൾ അതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ വായിച്ച വേദഭാഗത്തിൽ നാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദരിദ്രൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ നിലവിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു നിലവിളി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിടുതലുള്ളൂ എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുകയില്ല. വേദപുസ്തകത്തിൻ്റെതായ ഓരോ അധ്യായങ്ങളും പുസ്തകങ്ങളും പഠിക്കുമ്പോൾ നിലവിളിച്ചാൽ മാത്രമേ ഞാൻ മറുപടി തരികയുള്ളൂ എന്ന്, നിലവിളിച്ചാൽ മാത്രമേ ഞാൻ വിടുതൽ തരികയുള്ളൂ എന്ന് വേദപുസ്തകത്തിൽ എങ്ങും കൽപ്പനയായിട്ടോ വാഗ്ദത്തമായിട്ടോ ദൈവം പറഞ്ഞിട്ടില്ല. പിന്നെ നിലവിളി ഉയരുന്നതിന്റെ കാരണം എന്താ? നിലവിളിക്കുന്നതിന്റെ ആവശ്യകത എന്താ? ഞാൻ ആ
ഭാഗത്തേക്ക് കടന്നു വരാം. ഒന്നുകൂടെ ആ ആശയം ഞാൻ വ്യക്തമാകട്ടെ. നിലവിളിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ എന്ന് പറയത്തക്കതായ നിലകളിൽ ദൈവകൽപ്പനയായിട്ട് വേദപുസ്തകത്തിൽ വാക്യങ്ങൾ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിലവിളിക്കുവാനുള്ള ആഹ്വാനങ്ങളുണ്ട്, അത് മറന്നല്ല ഞാൻ സംസാരിക്കുന്നത്. നിലവിളിച്ചാൽ മറുപടി ഉണ്ട് എന്നുള്ള ഭാഗങ്ങളുണ്ട്. നിലവിളിച്ച് വിടുതൽ പ്രാപിച്ച വേദഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ നിലവിളിയുടെ ഒക്കെ പിന്നിൽ ഓരോ കാരണമുണ്ട്. വേദപുസ്തകം പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകാം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ, ദൈവത്തോട് ചോദിച്ചാൽ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാലൊക്കെ മറുപടി തരാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ നിലവിളിയുടെ ആവശ്യം എന്താ? ദൈവത്തിന് സ്തോത്രം. നിലവിളിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എങ്കിൽ ആ കാരണം എന്താ? ദൈവത്തിന് സ്തോത്രം. സാധാരണഗതിയിൽ വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ ഞാൻ പഠിച്ചപ്പോൾ നിലവിളിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് ദൈവമായിട്ടുള്ളതായ ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പിന് ഒരു വ്യത്യാസം വരുമ്പോഴാണ് ഒരു നിലവിളിക്കേണ്ട അനിവാര്യത ഉടലെടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ജനം നിലവിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ നിലവിളിച്ചത്? ഭക്തന്മാർ നിലവിളിച്ചത്? ആ നിലവിളിയുടെ ഒക്കെ പിന്നിലെ ഒരുപാട് കാരണങ്ങൾ അതിപ്രധാനമായ ഒരു കാരണമാണ് ദൈവത്തോടുള്ള ബന്ധത്തിന് എവിടെയോ തകരാർ സംഭവിച്ചു. ദൈവത്തോടുള്ള ബന്ധം എവിടെയോ ഉടഞ്ഞുപോയി. അതുകൊണ്ടാണ് അവർ നിലവിളിക്കേണ്ടി വന്നത്. ദൈവത്തിന് സ്തോത്രം. ചില വേദഭാഗങ്ങൾ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. വേഗത്തിൽ ആ വേദഭാഗങ്ങൾ, ഒന്ന് രണ്ട് വേദഭാഗങ്ങളെങ്കിലും എടുത്ത് സഹായിപ്പാനായിട്ട് ദൈവമക്കളെ ഓർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും ഒരാൾക്ക് വായിക്കും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. അടുത്തത്, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അതിന്റെ കാരണം എന്താ? അതിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കണ്ട. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ ഈ ദേശക്കാർ കടന്നു വന്ന് അവർക്കുള്ള വിള നശിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ ചേർന്ന് വായിക്കാം. 4-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ച്. 4:3. ഇനി അതിന്റെ 1-ാമത്തെ വാക്യം. അപ്പൊ ദൈവമക്കളെ, ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം ദൈവമക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. യഹോവയ്ക്ക് പിന്നെയും അവർ അനിഷ്ടമായത് ചെയ്തപ്പോൾ അവൻ അവരെ ശത്രുക്കളുടെ കയ്യിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. ഇഷ്ടമായത് ചെയ്തപ്പോഴല്ല. അപ്പോൾ ഇഷ്ടമായത് ചെയ്താൽ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ. സീസര 900 ഇരുമ്പ് രഥമുള്ളവൻ അവൻ അവരെ ഞെരുക്കി എന്ന് വായിക്കുന്നു. ഈ ഞെരുക്കം കൊണ്ടാണ് അവർ നിലവിളിച്ചത്. നിലവിളി എന്നുള്ളതായ വിഷയം നാം ചിന്തിക്കുമ്പോൾ നിലവിളിക്കാൻ ഒരു കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ കാരണമാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഒരു കോട്ടം സംഭവിച്ചു. ദൈവമായുള്ള ബന്ധത്തിന് ഒരു ഛേദനമുണ്ടായി. ആ ബന്ധത്തിനിടയിൽ ചില പ്രയാസങ്ങൾ വന്നപ്പോൾ, ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയപ്പോൾ, അവർ അനിഷ്ടമായുള്ളത് ചെയ്ത് ആ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അവൻ അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാർ 13 പേരാണ്. ഈ ന്യായാധിപന്മാരുടെ കാലം മുതൽ ഒക്കെ നാമുള്ള ചരിത്രം പഠിക്കുമ്പോൾ അവർ അനിഷ്ടമായത് ചെയ്ത സമയത്തൊക്കെ ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ശത്രുക്കൾ അവരെ പീഡിപ്പിച്ച് അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തുമ്പോൾ അവർ നിലവിളിക്കാനിടയായി. നമ്മൾ വായിച്ച 2 ഭാഗങ്ങളിലും നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയുന്നു. ആദ്യം വായിച്ച ഭാഗത്ത് അനിഷ്ടമായുള്ളത് ചെയ്തു. അനിഷ്ടമായുള്ളത് ചെയ്തപ്പോഴും അവരുടെ വിതയ്ക്ക് കുഴപ്പമില്ല. ഹല്ലേലൂയ. അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. എന്നാൽ അവിടെ വായിപ്പാൻ കഴിഞ്ഞത്, അവർ വിതച്ചിരിക്കുമ്പോൾ ശത്രു അവർക്കെതിരെ വന്ന് അവരുടെ വിള ഒരു ഭാഗം മുതൽ മറ്റൊരു ഭാഗം വരെ അത് നശിപ്പിച്ചു കളയുമ്പോൾ അതിന്റെ നടുവിൽ മിദ്യാന്യരാൽ ഏറ്റവും ക്ഷയിച്ചപ്പോൾ അവർ നിലവിളിപ്പാനിടയായി. ക്ഷയിക്കാൻ കാരണം എന്താ? ഈ വിള നശിച്ചത് കൊണ്ട് മിദ്യാന്യരും കിഴക്കേ ദേശക്കാരും അമാലിയക്കരും അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തി. കഷ്ടപ്പെടുത്താൻ എന്താ കാരണം? ദൈവത്തിന് ഇഷ്ടമായത് ചെയ്താൽ അവരെ കഷ്ടപ്പെടുത്താൻ ശത്രുവിനെ അനുവദിക്കുകയില്ല. ഇഷ്ടമില്ലാത്ത പ്രവൃത്തി, ഇഷ്ടമില്ലാത്ത പ്രവണത, ഇഷ്ടമില്ലാത്ത ജീവിത രീതി, ഇഷ്ടമില്ലാത്ത
സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ കാലങ്ങളിലും ദൈവമക്കളെ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ജീവിച്ചാൽ ഒരു നിലവിളിയുടെ വലിയ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. സാധാരണ വിളിക്കുന്നത് പോലെ വിളിച്ചപേക്ഷിച്ചാൽ മതി. സാധാരണ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതി. സാധാരണ അപേക്ഷിക്കുന്നത് പോലെ അപേക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാര്യത്തിനും മുടക്കം വരാതെ നമ്മെ നടത്താൻ ദൈവം വിശ്വസ്തന. ആയുസിനാണെങ്കിലും ആരോഗ്യത്തിനാണെങ്കിലും നന്മകൾക്കാണെങ്കിലും അനുഗ്രഹങ്ങൾക്കാണെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ ദൈവം നമ്മെ നടത്തും. എന്നാൽ ഇതിന് ഒരു വിഘ്നം വരുന്നതിന്റെ കാരണം എന്താ? ദൈവത്തെ വെറുപ്പിക്കുന്ന, ദൈവത്തിന് ഹിതകരമല്ലാത്ത, ദൈവം പ്രസാദിക്കാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തോ ചിലത് നമ്മുടെ ജീവിതത്തിലൂടെ വരുന്നു. അതുകൊണ്ട് അല്ലെ നമുക്കുള്ള നന്മയെ ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്നു. ശത്രു നശിപ്പിക്കുമ്പോൾ നമ്മൾ നിലവിളിക്കാൻ തുടങ്ങുന്നു. രണ്ടാമത് വായിച്ച ആ 4-ാം അധ്യായത്തിലെ ഭാഗം തന്നെയാ. ശത്രു അവരെ ഞെരുക്കാൻ തുടങ്ങി. 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അതാ നമ്മൾ വായിച്ചത്. സീസര ഈ 900 ഇരുമ്പ് രഥവുമായി കടന്നു വന്ന് അവരെ ഞെരുക്കാൻ തുടങ്ങി. അവരെ ഞെരുക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു. വെറുതെ ഞെരുക്കിയതാണോ? 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, യഹോവയ്ക്ക് പിന്നെയും അനിഷ്ടമായത് ചെയ്തു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടകരമായത് എന്തെന്ന് ശോധന ചെയ്ത് അത് മനസ്സിലാക്കി ചെയ്യേണ്ടതിന് പകരം അനിഷ്ടമായത് ചെയ്തപ്പോൾ ദൈവം അവരെ ഞെരുക്കാൻ ചിലരുടെ കയ്യിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. ദൈവമക്കളെ, വല്ലാത്തതായ ഞെരുക്കം ശത്രുക്കളുടെ നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ഞാൻ ചെയ്ത എന്തോ ചില കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായതുകൊണ്ട് എന്റെ ജീവിതമോ എന്റെ പ്രവൃത്തിയോ എന്റെ പെരുമാറ്റമോ എന്റെ ഇടപാടോ ദൈവം പ്രസാദിക്കാത്തത് കൊണ്ടാണ് ശത്രുവിന്റെ കയ്യിൽ ദൈവം എന്ത് ചെയ്തത്? വിട്ടുകൊടുത്തത്. ദൈവം ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുത്താൽ, ഹല്ലേലൂയ, നമ്മുടെ സ്വയ പരിശ്രമം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ദൈവം അതിനൊരു പ്രതിശാന്തി എന്ത് ചെയ്യണം? ദൈവം ഒരുക്കണം. ദൈവം അതിന് ഒരു മാറ്റമുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ കണ്ണുനീര് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉപവാസം കൊണ്ടോ അതിന്മേലൊരു പൂർണ്ണജയം പ്രാപിപ്പാൻ കഴിയുകയില്ല. ദൈവസന്നിധിയിൽ നിലവിളിച്ച് കുറവുകളേറ്റു പറഞ്ഞ് ഈ വായിച്ച 2 ഭാഗങ്ങളിലും അവർ ദൈവത്തോട് നിലവിളിച്ചു. ആ നിലവിളിയുടെ മുമ്പിൽ ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നി. അവർ പാപങ്ങളേറ്റു പറഞ്ഞ്, തെറ്റുകളേറ്റു പറഞ്ഞ്, കുറവുകളേറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അതിനൊരു മാറ്റം ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നിലവിളി കേട്ടു. അവിടെ എല്ലാം നമ്മൾ വായിച്ചല്ലോ, 4:3 6:6 നമ്മൾ വായിച്ചു. നിലവിളി കേട്ടു, ദൈവം അവരെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. നിലവിളിക്കുന്ന ദരിദ്രനെ ദൈവം വിടുവിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിലവിളിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ കാരണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് എവിടെയോ ായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ നമ്മുടെ ജീവിതത്തിൽ വന്നു. അതാണ് ഈ ബന്ധം ബ്രേക്ക് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും നമുക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഇടയായാൽ ഒരു വല്ലാത്ത നിലവിളിയുടെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും നിലവിളിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? നമുക്ക് ശ്രദ്ധിക്കാം. യോനായുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യോനായുടെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ 2 ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. അവൻ നിലവിളിച്ചു. അപ്പൊ നിലവിളിച്ചു, ദൈവം കേട്ടു. എന്നാൽ ഈ നിലവിളിക്കൊരു കാരണമുണ്ട്. 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം വായിച്ചേ. 1:3. അപ്പോ നിലവിളിക്കാനുള്ള ഒരു കാരണം, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ അവൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. വിളിച്ചത് അതിനല്ല, വേർതിരിച്ചത് അതിനല്ല, അഭിഷേകം ചെയ്തത് അതിനല്ല, അല്ല ദൈവം കൃപയേൽപ്പിച്ചത് അതിനല്ല. ഒരു പഴയ നിയമ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അമിത്തായിയുടെ മകനായ യോനയെ ദൈവം ആ നിലയിൽ ആദരിച്ച് ഉയർത്തിയത് ദൈവസന്നിധി വിട്ടുപോകാൻ വേണ്ടിയല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് അഭിഷേകം ചെയ്ത് നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ വേണ്ടിയ, കർത്താവിന് വേണ്ടി നിൽക്കാൻ
വേണ്ടിയാ. അത് ദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും, അത് സഭയിലാണെങ്കിലും ജോലി ചെയ്യുന്നിടത്താണെങ്കിലും, എവിടെയും കർത്താവിന് വേണ്ടി നിൽക്കാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. എന്നാൽ അതിന് മറിച്ചൊരു താല്പര്യം വരിക, അതിന് മറിച്ചൊരു ചിന്താഗതി ഉണ്ടാകുക, അതിന് മറിച്ചൊരു ചലനമുണ്ടാകുക, അതിന്റെ ദൈവഹിതത്തിന് വിപരീതമായി ഒരു ഓട്ടം തുടങ്ങിയാൽ ദൈവകരം ഭാരമാകും. ദൈവകരം ഭാരമായാൽ ഹല്ലേലൂയ വല്ലാതെ നിലവിളിക്കേണ്ടി വരും. ആ നിലവിളിയെ കുറിച്ചാണ് ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു അയ്യം വിളിയുടെ ആവശ്യമെന്താ? ദൈവസന്നിധി വിട്ടുപോകാനായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ശരീരം അതിനുവേണ്ടി വഴങ്ങിയതാണ് ഈ ഒരു വലിയ ദുരന്തത്തിന് കാരണം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഇവൻ നിലവിളിച്ചു. പിന്നീട് ഒടുവിലായി നമ്മൾ വായിച്ചു, ഇവൻ നിലവിളിച്ചു. പക്ഷേ ഇവൻ നിലവിളിക്കുന്നതിന് മുമ്പ് ഇവൻ അനേകരെ കൊണ്ട് എന്ത് ചെയ്തു? നിലവിളിപ്പിച്ചു. ഹല്ലേലൂയ. ആ 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവൻ നിമിത്തം പല ആളുകളും നിലവിളിക്കുന്നത് അവിടെ കാണാനായി കഴിയുന്നു. നമുക്ക് വായിക്കാം. ഓരോരുത്തൻ താൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. ഒരു വല്ലാത്ത ഒരവസ്ഥ ആ യാത്രയ്ക്ക് നേരിട്ടു. എന്നും ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളോ അല്ല. ആ കടലിലുണ്ടായ ആ വല്ലാത്ത പ്രതിസന്ധി നിമിത്തം അവർ നിലവിളിക്കാനിടയായി. 14-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിച്ചേ. 14-ാം വാക്യം. ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. അവർക്ക് മനസ്സിലായി. ചീട്ട് യോനയ്ക്ക് വീണു. യോനയ്ക്ക് വീണ സമയത്ത് അവനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ അവരുടെ ദൈവത്തോട് പറയുക, ഈ മനുഷ്യൻ നിമിത്തം. നോക്കണമേ, യഹോവയുടെ സന്നിധി വിട്ട് ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ അവൻ കഷ്ടതയിലായി എന്നുള്ളത് മാത്രമല്ല, അവൻ അനേകരെ കഷ്ടത്തിലാക്കി, അനേകരെ നിലവിളിക്കുവാൻ അവന്റെ ജീവിതം കാരണമായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ദൈവത്തെ വിശ്വസ്തതയോടെ പരമാർത്ഥതയോടെ സേവിക്കുമ്പോൾ നാം നിമിത്തം മറ്റൊരാളുടെ ജീവിതം നിലവിളിക്കാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുടുംബം നിലവിളിക്കാൻ ഇടവരരുത്, ഒരു വ്യക്തി നിലവിളിക്കാൻ ഇടവരരുത്, ഒരു സമൂഹം നിലവിളിക്കാൻ ഇടവരരുത്. അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവൻ യഹോവയുടെ ഒരു അഭിഷക്തന്, ഇവനൊരു ദൈവത്തിന്റെ ദാസന്, ഒരു ദൈവ പൈതല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുന്നവനും കർത്താവിന് വേണ്ടി ദൂതറിയിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്ന ദൈവം തിരഞ്ഞെടുത്ത ഈ മനുഷ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാനായി അവൻ മനസ്സുകൊണ്ട് തയ്യാറായി. ഓടിപ്പോകാൻ അവൻ തീരുമാനിച്ചതിനെ കുറിച്ച് ഒരുപാട് കാരണങ്ങൾ മനുഷ്യർ പറയുന്നുണ്ട്. അല്ലേലു, അതിൽ 1-2 ചിന്ത. ഒരുപക്ഷെ ഞാൻ അവിടേക്ക് ചെന്ന് നിനവയുടെ ആ ദുരന്തത്തിന് അല്ലെങ്കിൽ നിനവയുടെ ദുഷ്ടതയ്ക്ക് വിപരീതമായി ഞാൻ പ്രവചിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ ദൈവം തന്റെ ആ പ്രവർത്തികളിൽ നിന്ന് അനുദപിക്കുന്ന ജനത്തോട് ദൈവം മനസ്സലിഞ്ഞ് ഞാൻ പറഞ്ഞത് നടക്കാതെ വരുമ്പോൾ ഒരു പക്ഷേ ഞാനൊരു കള്ളപ്രവാചകൻ എന്ന് വരും. തന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ യോന ഓടിപ്പോയത്. നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോയത് എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്ല, മറ്റുള്ളവരെ അവൻ ഭയന്നിട്ടാണ് ഓടിപ്പോയെന്ന് പറയുന്നു. നിനവയുടെ ദുഷ്ടതയ്ക്കെതിരെ ഒരുപക്ഷെ താൻ സംസാരിക്കുമ്പോൾ, അല്ലെ താൻ ആ നിലയിൽ വാദിക്കുമ്പോൾ, ആ നിലയിൽ അവരോട് ഹല്ലേലൂയ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, അവർക്കത് താല്പര്യമായി എന്ന് വരികയില്ല. ഒരുപക്ഷെ അവർ തന്നെ കയ്യേറ്റം ചെയ്യുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് ആ നിലയിൽ അവൻ ഓടിപ്പോകാനിടയായി. ഓടിപ്പോകാൻ ഒരുപക്ഷെ യോനായ്ക്ക് കാരണമുണ്ട്. ദൈവമക്കളെ, അത് ദൈവസന്നിധിയിൽ വില പോകുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകാം. ഞാൻ അതിനെ ഒരല്പം ലളിതമായിട്ടൊന്ന് പറയട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യത്തിന് നമുക്കൊത്തിരി കാരണങ്ങൾ കാണാം. അത് ദൈവസന്നിധിയിൽ വിലയാകണമെന്നില്ല. ഹല്ലേലൂയ. ആരാധനയിൽ നന്നായി ആരാധിച്ച ഒരു ദൈവവൈതൽ ആരാധനയിൽ നിന്ന് പുറകോട്ട് മാറുന്നത്, ഹല്ലേലൂയ, ആത്മീക കൂട്ടായ്മയിൽ നിന്ന് പുറകോട്ട് മാറുന്നത്, ദൈവത്തിന്റെ ആ സന്നിധിയിലെ ആത്മാർത്ഥത കുറയുന്നത്, ദൈവമക്കളോടുള്ള സഹകരണം കുറയുന്നത്, ഹല്ലേലൂയ, തിരുമേശയിൽ നിന്ന് നമ്മൾ ഒഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തോടുള്ളതായ ബന്ധത്തിന് വിരോധമായി ഹല്ലേലൂയ നമ്മൾ നിലകൊള്ളുന്നത്, അതിനൊക്കെ നമ്മുടേതായ കാരണങ്ങൾ നമുക്ക് കാണും. ഇന്ന കാരണം കൊണ്ടാ. അത് ദൈവസന്നിധിയിൽ വില പോകണമെന്നില്ല. ഇവിടെ യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുമ്പോ യോനായ്ക്ക് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്.
കർത്താവെ, ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുന്നത്. എന്നാൽ ദൈവമക്കളെ, ആ കാരണം ദൈവസന്നിധിയിൽ ദൈവത്തിന് മതിയായ ഒരു വിഷയമായി ദൈവം അംഗീകരിക്കാതിരുന്നതാണ് അവന്റെ ജീവിതം തകരാൻ കാരണം. ഹല്ലേലൂയ. കപ്പലിനകത്ത് അവൻ നിമിത്തം പ്രതികൂലങ്ങൾ ഉണ്ടായി. ആളുകൾ അവന്റെ പേരിൽ അവൻ ആ കുറ്റക്കാരനെന്ന് മനസ്സിലാക്കി അവനെ പുറത്തെടുത്തു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവസാനം പാതാളത്തിന്റെ വയറ്റിൽ കിടന്ന് അവൻ അയ്യം വിളിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിളിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താ എന്നുള്ളത് ഒന്നാമത് ഞാൻ പറഞ്ഞു. ദൈവമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുമ്പോൾ നിലവിളിക്കാൻ കാരണങ്ങൾ ഉണ്ടാകുക. ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ കൃപയിൽ നിന്ന് ദൈവമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിലവിളിക്കേണ്ട അനുഭവങ്ങൾ വരികയാണ്. അവൻ നിലവിളിച്ചു, ദൈവം കേട്ടു, ദൈവം മറുപടി കൊടുത്തു. നിലവിളിക്കുന്ന ഏതു മനുഷ്യനോടും അനുദപിച്ച് നിലവിളിക്കുന്നവരോട് ദൈവം കരുണ തോന്നും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകളൂടെ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. നാം ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ കാരണങ്ങളുണ്ടോ? അത് ചിലതൂടെ ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അതിന്റെ 13-ാമത്തെ അധ്യായം, അതിന്റെ 14-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം, അതിന്റെ 14-ാമത്തെ വാക്യം. അവിടുത്തെ പശ്ചാത്തലം നമുക്കറിയാം. ദൈവത്തിന്റെ ദാസനായ അബിയാവിനെതിരായി മറ്റൊരു സൈന്യം, യഹൂദക്കെതിരായി ഇസ്രയേലിന്റെ 8 ലക്ഷം വരുന്ന ഒരു സൈന്യം അണിനിരക്കുകയാണ്. 4 ലക്ഷം വരുന്ന അബിയാവിന്റെ യഹൂദ സൈന്യം. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നു. 3-ാം വാക്യം. രണ്ട് സൈന്യങ്ങൾ ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന സൈന്യമാണ്. ഇസ്രയേൽ എന്ന 12 ഗോത്രം ഏക ഗോത്രമായി, ഒറ്റ ഗോത്രമായി നിൽക്കുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇസ്രയേലും യഹൂദ എന്ന 2 രീതിയിലേക്ക് അവർ മാറ്റപ്പെട്ടു. യഹൂദയെ ഒരു ഭാഗത്തും ഇസ്രയേലിനെ മറ്റൊരു ഭാഗത്തും. ഇവിടെ ഇസ്രയേൽ 10 ഗോത്രം വടക്കേ രാജ്യമെന്നറിയപ്പെടുമ്പോൾ യഹൂദ 2 ഗോത്രം തെക്കേ രാജ്യമെന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവർ തമ്മിൽ യുദ്ധത്തിനു വേണ്ടി അണിനിരന്ന ഒരു ഭാഗമാണ് നമ്മുടെ വായിച്ചത്. യഹൂദയെ നയിക്കുന്നത് അബിയാവാണ്. ഇസ്രയേലിനെ നയിക്കുന്നത് യൊരോബയാമാണ്. 8 ലക്ഷം വരുന്ന സൈന്യവുമായി യൊരോബയാം ഇസ്രയേൽ രാജ്യം അബിയാവ് നേതൃത്വം കൊടുക്കുന്ന 4 ലക്ഷം സൈന്യവുമായിട്ടുള്ള യഹൂദക്കെതിരെ യുദ്ധത്തിനു വേണ്ടി കടന്നു വന്നു. നമ്മൾ വായിച്ച വാക്യത്തിൽ നാം ഇങ്ങനെ കണ്ടു. ഇവിടെ ഇത് അബിയാവിന്റെയും യഹൂദയുടെ മുമ്പിൽ ഇസ്രയേൽ സൈന്യവും അവരുടെ പുറകിൽ ഇസ്രയേൽ നിരത്തിയ പതിയിരിപ്പുകാരെയും കണ്ടപ്പോൾ അബിയാവ് ദൈവത്തോടെ നിലവിളിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ഇതിന്റെ നടുവില് എനിക്കൊരു വിടുതൽ തരണമേ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ആ നിലവിളി ദൈവം കേട്ടു. ആ നിലവിളി കേട്ടിട്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. വായിച്ച വാക്യത്തിന്റെ താഴേക്ക് നാം വായിച്ചു വരുമ്പോൾ 5 ലക്ഷം വരുന്ന ഒരു സൈന്യത്തെ അബിയാവും തന്റെ കൂടെയുള്ള ആളുകളും കൊന്നൊടുക്കാൻ കാരണമായി. കൊന്നൊടുക്കിയതിന്റെ കാരണം എന്താ? അതിന്റെ 17ഉം 18ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത് ശ്രദ്ധിക്കണം. അതിന്റെ കാരണം യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. ദൈവമക്കളെ, ജയം പ്രാപിക്കാൻ കാരണം എന്താ?
ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ നിലവിളിക്കുമ്പോൾ ദൈവം നിന്നെ സഹായിക്കുന്നതിന് കാരണം എന്താ? നിന്റെ പിതാക്കന്മാരുടെ ദൈവത്തിൽ നീ ആശ്രയിച്ചത് കൊണ്ട്. വചനം പറയുന്നു, ജയത്തിന് കുതിര അത് വൃദ്ധമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടൊരു നേട്ടമുണ്ടാകാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ 4 ലക്ഷത്തിനെതിരായി വന്ന 8 ലക്ഷം ആളുകളുടെ മുമ്പിൽ ഒരു ജയം പ്രാപിപ്പാൻ കഴിയത്തില്ല. ഈ 4 ലക്ഷം വരുന്ന ആളുകൾ 8 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തെ കൊന്നൊടുക്കിയത് അവരുടെ കരുത്തോ കൃപയോ അല്ല, പിതാക്കന്മാരുടെ ദൈവത്തിൽ അവർ ആശ്രയിച്ചത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നു പകലും ദൈവ പൈതലേ, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെ അവൻ സഹായിക്കുന്നവന്. അല്ലെ, ഒരു പക്ഷേ നിനക്ക് ശേഷിയില്ലെങ്കിലും, നിനക്ക് അല്പമേ ബലമുള്ളെങ്കിലും, ഒരുപക്ഷെ നിനക്കെതിരെ നിൽക്കുന്ന വൈരിയുടെ ബലം വലുതായിരിക്കാം, സൈന്യത്തിന്റെ എണ്ണം വലുതായിരിക്കാം, ആളുകളുടെ എണ്ണം, അവരുടേതായ വിരുദ്ധന്മാരുടെ, അവരുടെ പോരാളികളുടെ എണ്ണം നിനക്കുള്ളതിനേക്കാൾ, നിന്നേക്കാൾ കൂടുതൽ 10 മടങ്ങ് ശക്തിയുള്ളതാണെങ്കിലും ദൈവമക്കളെ ഭാരപ്പെട്ടു പോകരുത്. ആശ്രയിപ്പാനൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ കർത്താവ് നമ്മെ മാനിക്കാനിടയായിത്തീരും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തന. അവരോടുകൂടെ മാംസഭുജങ്ങളെ ഉള്ളൂ, നമ്മോടുകൂടെ വീരനായ ഒരുവൻ നമ്മോടുകൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം പറയുന്നത് ഒരു വലിയ ജയം പ്രാപിക്കണമെങ്കിൽ അതിന് ആളുകൾ വേണം, അതിന് ശക്തി വേണം, അതിനുള്ള ബലം വേണം, അതിനുള്ളതായ ആയുധശേഷിയും അതിനുള്ള പ്രകരശേഷിയും വേണം. ആയുധങ്ങൾ മാത്രം പോരാ, അത് ഹല്ലേലൂയ പ്രയോഗിക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തന്മാരുണ്ടെങ്കിൽ ജയം നേടാമെന്ന് ലോക ചരിത്രം തെളിയിക്കുമ്പോൾ, പക്ഷെ വേദപുസ്തക ചരിത്രം അതിന് വിരോധമായിട്ടാണ് പറയുന്നത്. ഒരു ചെറിയ സൈന്യം ഒരു വലിയ സൈന്യത്തെ തോൽപ്പിച്ച ചരിത്രം ഒരുപക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുങ്ങാൻ കഴിയുകയില്ലെന്ന് വരും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാക്കന്മാരുടെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവർ ജയം പ്രാപിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് ആ വചനത്തിലൊന്ന് വിശ്വസിക്കാം. പിതാക്കന്മാരുടെ ദൈവത്തെ, ഹല്ലേലൂയ, യഹോവയായ ദൈവം ഇസ്രായേലിന് വെളിപ്പെടുമ്പോൾ അവരോട് സംഭാഷിക്കുന്ന ഭാഗങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഈസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ് വിശ്വാസത്തിനു വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഇറങ്ങി തിരിച്ചെങ്കിൽ, നമ്മുടെ പിതാവും അവരുടെ പിതാവും ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം, എന്റെ അപ്പന്റെ ദൈവമായി എന്റെ ദൈവം, എന്റെ വലിയപ്പന്റെ ദൈവമായി എന്റെ ദൈവം. ഹല്ലേലൂയ. പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം എന്ത് ചെയ്യണം? ജ്വലിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് നിന്റെ, ഹല്ലേലൂയ, വലിയമ്മയിലുണ്ടായിരുന്നു, നിന്റെ അമ്മയിലുണ്ടായിരുന്നു, അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ, വലിയമ്മയിലുണ്ടായ അതേ വിശ്വാസത്തിന്റെ തീവ്രത, അതിന്റെ തീഷ്ണത നിന്റെ അമ്മയിലുണ്ടായിരുന്നു, അതേ തീഷ്ണത അത് നിന്നിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വർഷങ്ങൾ കഴിയുമ്പോൾ, പാരമ്പര്യം ഉണ്ടാകുമ്പോൾ, ആത്മീക പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീകത്തിന് മൂല്യച്യുതി വന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാകരുത്, ദൈവത്തോട് അടുപ്പിക്കുന്നതായിരിക്കണം. അല്ല, പിതാക്കന്മാർ ആരാധിച്ചതിനേക്കാളും സേവിച്ചതിനേക്കാളും അധികം മേന്മയോട് വേണം അടുത്ത തലമുറ സേവിക്കാൻ. അവർ സേവിച്ചതിനേക്കാൾ അധികം മേന്മയോട് വേണം അടുത്ത തലമുറ സേവിക്കാൻ. എന്നാൽ പലയിടങ്ങളിലും കണ്ടുവരുന്ന കാര്യമെന്ന് പറയുന്നത്, പിതാക്കന്മാരുടെ വിശ്വാസം, പിതാക്കന്മാരുടെ തീഷ്ണത തലമുറയിൽ കാണാതെയില്ല. അല്ലെ, തലമുറയിൽ ഉണ്ടായിരുന്ന അല്പം പോലും അനുഭവങ്ങൾ അടുത്തു വരുന്ന തലമുറയിലേക്ക് അല്ലെങ്കിൽ ലഭ്യമാകാതെ, കൈമാറാനില്ലാതെ കാലഹരണപ്പെട്ടു പോകുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വിശ്വസിക്കുക. പിതാക്കന്മാരുടെ ദൈവത്തിൽ അവർ ആശ്രയിച്ചതുകൊണ്ട് അവർക്ക് ജയം പ്രാപിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരു വേറെ ഭാഗത്തൂടെ കടന്നുപോയി എന്റെ വാക്കുകളെ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. 18-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. വായിച്ച വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും അവർ തമ്മിൽ ചേർന്നൊരു യുദ്ധം നടത്തുന്ന, ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്.
നമ്മൾ ആദ്യം കേട്ടു ഇവർ രണ്ടുപേരും തമ്മിൽ പൊരുതിയ ഒരു കാലയളവുണ്ട്. എന്നാൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. ഇസ്രായേൽ രാജാവും യഹോശാഫാത്ത് രാജാവും ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിനു വേണ്ടി പോകുക. ആരാം സൈന്യത്തോട് യുദ്ധത്തിനു വേണ്ടി കടന്നുപോയി. അവിടെ വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട് പറഞ്ഞു, നീ എനിക്കു പകരം രാജവസ്ത്രം ധരിച്ച് എനിക്കു പകരമായി ഈ രഥത്തിൽ നിന്ന് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യുദ്ധത്തിനു വേണ്ടി അവൻ തയ്യാറായി രാജവസ്ത്രം ധരിച്ച് ഈ രഥത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശത്രു സൈന്യം തന്റെ പോരാളികൾക്ക് കൊടുത്തിരുന്നതായ ഒരു ആജ്ഞയുണ്ട്. രഥത്തിൽ നിൽക്കുന്ന രാജാവിനോടല്ലാതെ മറ്റാരോടും നിങ്ങൾ എന്ത് ചെയ്യരുത്? യുദ്ധം ചെയ്യണം. അപ്പോൾ ആ പോരാളികൾ, ആ പൊരുതുവാൻ കടന്നു വന്ന ആളുകൾ ഈ രാജാവിനെ മാത്രം ശ്രദ്ധിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോ അവന് മനസ്സിലായി ഇവരുടേതായ യുദ്ധതന്ത്രം, ഇവർ യുദ്ധം ചെയ്യുന്നത് എന്റെ മേലാണ്, എനിക്കെതിരെയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വല്ലാതെ നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിലവിളിച്ചപ്പോൾ യഹോവ അവന്റെ നിലവിളി എന്ത് ചെയ്തു? കേട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ ഈ യഹോശാഫാത്ത് നിലവിളിക്കേണ്ടതിൻ്റെതായ ആവശ്യകതയുണ്ടോ? ആ 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ദൈവ സന്നിധിയിൽ നമ്മൾ വായിച്ച വാക്യം കണ്ടല്ലോ. ഈ ആഹാബിനോട് യഹോശാഫാത്ത് എന്ത് ചെയ്തു? സംബന്ധം കൂടി. ഇവർ തമ്മിൽ ഒരുപാട് പണവും, ആഹാബിന് ഒരുപാട് പണമുണ്ട്, യഹോശാഫാത്തിന് ഒരുപാട് പണമുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ നിലനിൽപ്പിന് ദൈവഹിതപ്രകാരമുള്ള ബന്ധങ്ങളെ നമുക്ക് പാടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ആത്മീകത നഷ്ടപ്പെടുന്ന യാതൊരു ബന്ധത്തിനും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരുങ്ങരുത്. ഹല്ലേലൂയ. നമ്മൾ ഒരു വ്യക്തിയുമായി ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ സഹകരിക്കുമ്പോൾ എന്റെ ആത്മീക ജീവിതത്തിന് കോട്ടം വരികയില്ല എന്നുള്ള ആ ഒരു ബോധ്യമുണ്ടെങ്കിലേ നമ്മൾ ആ ബന്ധം തുടരാവൂ. നമുക്കെല്ലാ മനുഷ്യനെയും ഒരു പക്ഷേ ഹല്ലേലൂയ ശോധന ചെയ്ത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവരുടെ രീതി എന്താ, അവരുടെ സ്വഭാവം എന്താ എന്നുള്ളതൊരു പക്ഷേ നമുക്ക് ശോധന ചെയ്ത് മനസ്സിലാക്കാൻ അല്പ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നിരിക്കുക. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ ഈ വചനം ഓർപ്പിക്കുന്നത് ആഹാബിനോട് യഹോശാഫാത്ത് സംബന്ധം കൂടി. അങ്ങനെ ആഹാബ് ഇവർക്ക് വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി. ആ അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ ആഹാബ് അവനോട് ചോദിക്കുന്നുണ്ട്, ഗിലെയാദിലെ രാമോത്തിലേക്ക് എന്നോടുകൂടെ യുദ്ധത്തിന് പോകാൻ നീയും വരുമോ? അപ്പോൾ ആ യഹോശാഫാത്ത് മറുപടി പറഞ്ഞു, എന്റെ ജനവും നിന്റെ ജനവും ഒക്കെ ഒന്നാ. ഹല്ലേലൂയ. ഒന്നാണെന്ന് തോന്നിയാലും പ്രമാണം പറയുന്ന രീതിയിലേ നമ്മൾ കൈ കൊടുക്കാവൂ. ഹല്ലേലൂയ. ഒന്ന് വിവേചിച്ചറിയണം. ഹല്ലേലൂയ ശോധന ചെയ്യണം. നമുക്ക് അതിനുള്ള കഴിവില്ലെന്ന് തോന്നിയാലും ദൈവമക്കളെ ദൈവസന്നി പ്രാർത്ഥിക്കണം. കർത്താവേ, യോജിക്കേണ്ടതിന് മാത്രം യോജിക്കാൻ, കൈ കൊടുക്കേണ്ടതിന് മാത്രം കൈ കൊടുക്കാൻ എന്നെ ഇടവരുത്താവേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ ഒരു ബന്ധം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് അത് ഇഷ്ടമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനത് തെളിയിച്ചു തരാം. അങ്ങനെ ഇവർ ഒരുമിച്ച് യുദ്ധത്തിനു വേണ്ടി പോയതായ ആ സന്ദർഭത്തിൽ നടന്ന ആ കാര്യമാണ് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നത്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഈ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് ചോദിക്കുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അവിടെ വായിക്കുന്നത് 400 പ്രവാചകന്മാർ ആഹാബിന്റെ മുമ്പിൽ വന്ന് അവൻ അനുകൂലമായിട്ട് എന്ത് ചെയ്തു? പ്രവചിച്ചു. അരുളപ്പാട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് യഹോശാഫാത്തിന്റെ ചോദ്യം. 400 പേരെ നിമിഷ നേരം കൊണ്ട് അവന്റെ മുമ്പിൽ നിരത്തി. ഈ 400 പേരും പ്രവചിക്കാൻ തുടങ്ങി. രാജാവേ, നിശ്ചയമായ ഒരു വിജയമുണ്ട്, അവിടുന്ന് പോകണം, അവിടുന്ന് പോയാൽ പരാജയമല്ല, അവിടുന്ന് പോയാൽ ജയം കിട്ടുമെന്ന് 400 പേരും എന്ത് ചെയ്തു?
പറഞ്ഞു. ആ കൂട്ടത്തിൽ സിദക്കിയാവെന്ന് പറയുന്ന ഒരുത്തൻ ഹല്ലേലൂയ ഒരു പ്രത്യേക ആയുധം ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, യഹോവ എനിക്കിങ്ങനെ വെളിപ്പാടായിട്ട് സംസാരിക്കുന്നു, നീ ഇതുകൊണ്ട് ആരാമ്യരെ ഒടുങ്ങും വരെ നീ എന്ത് ചെയ്യും? കുത്തിക്കളയും. ഈ ആലോചനയൊക്കെ കേട്ടപ്പോ അല്പ ദൈവഭയവും ദൈവാശ്രയമുള്ള ഈ യഹോശാഫാത്തിന് ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. നമ്മൾ അധ്യായം എല്ലാം സമയത്തിന്റെ കുറവിനാലാണ് എടുത്തു വായിപ്പിക്കാത്തത്. അല്ലെങ്കിൽ അവൻ രാജാവിനോട് ചോദിച്ചു, യഹോവയുടെ അരുളപ്പാട് ചോദിക്കാൻ യഹോവയുടെ പ്രവാചകനായി ആരെങ്കിലും ഉണ്ടോ? ഉടനെ ആഹാബ് പറഞ്ഞു, ഒരുത്തനുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ എന്തല്ല, അത്ര സന്തോഷമല്ല. കാരണം ഇന്നുവരെ എന്നെക്കുറിച്ച് ഒരു ഗുണവും അവൻ എന്ത് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഗുണം പറയാനുണ്ടെങ്കിൽ അല്ലേ ഗുണം പറയാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ അവൻ എന്നെക്കുറിച്ച് ഒരു ഗുണം പറയാത്തത് കൊണ്ട് ആഹാബ് പറയുന്നത് എനിക്ക് അവനെ എന്തല്ല, ഇഷ്ടമല്ല. എന്നാലും യഹോശാഫാത്തിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ അവൻ പറഞ്ഞു, സാരമില്ല, അങ്ങനെ പറയരുത്. അവനൂടെ വന്ന് ഈ ആലോചന എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അവനെ വിളിക്കാൻ ആളയച്ചു. മീകായാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആള് പോയി. ആള് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവരവനോട് പറഞ്ഞു, 400 പേര് അവിടെ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രവചിച്ചുകൊണ്ടിരിക്കുക. അവരിൽ ഒരുത്തൻ്റേതുപോലായിരിക്കണം നീയും പ്രവചിക്കുന്നത്. ഇവൻ രാജസന്നിധിയിൽ വന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇവനെ വല്ലാതെ ഭയപ്പെടുത്തി കാണും. ഭയപ്പെടുത്തി ഇവൻ രാജസന്നിധിയിൽ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, ഇവരെല്ലാം ഇങ്ങനെ പ്രവചിക്കുന്നു, നീയും എന്ത് പറയുന്നു ചോദിച്ചപ്പോൾ അവൻ ആദ്യം ആ ഭയം കൊണ്ടോ പേടി കൊണ്ടോ പറഞ്ഞു, അവര് പറഞ്ഞ പോലൊക്കെ വിജയമുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും രാജാവ് ആണയിട്ട് ചോദിച്ചു, ഞാൻ ആണയിട്ട് നിന്നോട് സത്യം ചോദിക്കുക, ദൈവത്തിന്റെ അരുളപ്പാട് മറച്ചു വെക്കാതെ എന്ത് ചെയ്യണം? പറയണം. അപ്പോഴാണ് അവൻ വായി തുറന്ന് പറഞ്ഞത്, നീ പോയാൽ എന്ത് ചെയ്യത്തില്ല, മടങ്ങി വരത്തില്ല. സംഭവിച്ച കാര്യം അവൻ ഇങ്ങനെ പറഞ്ഞു. ദൈവസന്നിധിയില് അവിടെ ഒരു കോൺഫറൻസ് കൂടി. യഹോവയായ ദൈവം, ആ അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്ന പിശാചല്ല, യഹോവയായ ദൈവം ചോദിക്കുന്നു, ഗിലെയാദിലെ രാമോത്തിൽ ആഹാബ് പോയി പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കും? ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞപ്പോ ഒരാത്മാവ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകാം. അപ്പോൾ ദൈവം ചോദിച്ചു, നിന്നെ കൊണ്ട് അത് എങ്ങനെ പറ്റും? ഞാൻ ചെന്ന് അവന്റെ 400 പ്രവാചകന്മാരുടെയും വായിൽ ഫോഷ്കിന്റെ ആത്മാവായിട്ട് ഒരേ ആലോചന എന്ത് ചെയ്യും? പറയും. ഞാൻ അവരെന്ത് ചെയ്യും? വശീകരിക്കും. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ അവസാനം ആഹാബ് പറഞ്ഞു, ഇവൻ എന്നെ കുറിച്ച് നന്മ പറയത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഇവൻ ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയി സമാധാനത്തോടെ മടങ്ങി വരുന്നത് വരെ ഇവന് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് ഇവനെ എന്ത് ചെയ്യണം? തടവിൽ പാർപ്പിക്കണം. മീകായാവ് കേട്ടിട്ട് മറുപടി പറഞ്ഞത്, നീ സമാധാനത്തോടെ വരുന്നെങ്കിൽ ദൈവം എന്നെ എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആ സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യുദ്ധത്തിന് വേണ്ടി അവർ പുറപ്പെട്ടു. ആഹാബ്, രാജാവായ ആഹാബ് യഹോശാഫാത്തിനോട് ഇങ്ങനെ പറഞ്ഞു. ഈ ദൂത് ഇങ്ങനെ വന്നപ്പോൾ അവനൊരു അല്പ ഭയം. അതുകൊണ്ട് വളരെ നയപരമായി അവൻ അവിടുന്ന് സൂക്ഷിച്ചൊഴിയാൻ വേണ്ടി അവൻ പറഞ്ഞു, എന്റെ വസ്ത്രം അല്ലെങ്കിൽ നീ രാജവസ്ത്രം ധരിച്ച് എന്റെ രഥത്തിൽ എനിക്ക് പകരം നീ എന്ത് ചെയ്യണം? അപ്പൊ ഈ പുള്ളിക്കാരൻ ചിന്തിച്ചത്, എനിക്ക് സേഫ് ആകാമെന്നാ. അവൻ തകർന്നാലും ഹല്ലേലൂയ ഞാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. ഇവൻ ഈ രഥത്തിനകത്ത് കയറി നിൽക്കുകയാ. ഞാൻ പറഞ്ഞല്ലോ, ശത്രു സൈന്യം കൊടുത്തിരിക്കുന്ന ആജ്ഞ രാജാവിനോടല്ലാതെ മറ്റാരോടും എന്ത് ചെയ്യരുത്? യുദ്ധം ചെയ്യരുത്. ഇവർ തന്റെ നേരെ കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ ആ യഹോശാഫാത്ത് അവിടെ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. ആ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ചത്, അവനെ വിട്ടുപോരുവാൻ അവരുടെ മനസ്സിൽ തോന്നിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആഹാബിന്റെ കാര്യത്തെക്കുറിച്ച് അടുത്ത ഭാഗത്ത് പറയുന്നത്, ആഹാബ് രക്ഷപ്പെട്ടില്ല. ഒരുത്തൻ എതിർച്ചയാ വില്ലുകുലച്ച് അവന്റെ നേരെ തൊടുത്തു. ഹല്ലേലൂയ. അവന്റെ ശരീരത്തെ അത് തറച്ചു. അവൻ പടയാളിയോട് പറഞ്ഞു, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു, എന്നെ കൊണ്ടുപോക എന്ന് പറഞ്ഞ് യുദ്ധം തീരുന്നത് വരെ അവൻ ആ രഥത്തിൽ നിവർന്നു നിന്നു. അവൻ മരിച്ചുപോയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത അധ്യായത്തിൽ ഇവൻ ചെയ്ത പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമായില്ല എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ 1 മുതൽ വായിച്ച് 19-ന്റെ 1 മുതൽ.
ആ ആ ആ ആ. അപ്പോൾ ദൈവത്തിന്റെ ദർശകൻ കടന്നു വന്ന് അവനോട് പറയുകയാണ്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? അടുത്തത്, യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിച്ചത് അല്ലേലും ശരിയോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിച്ചതിന്റെ സാരാംശം, ഈ യഹോശാഫാത്ത് നിലവിളിച്ചു. ഈ നിലവിളിയുടെ പിന്നിലൊരു കാരണം, അവൻ ദൈവഹിതമല്ലാത്ത ബന്ധത്തിന് അവൻ തയ്യാറായി. ഹല്ലേലൂയ. അവൻ സംബന്ധം കൂടി. ആരോട്? ദുഷ്ടനോട് സംബന്ധം കൂടി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളായ നാം നമ്മുടെ ആത്മീയം കാത്തു സൂക്ഷിച്ച് നാം നിലനിൽക്കുമ്പോൾ ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു ബന്ധത്തിലും നമ്മൾ പോകരുത്, ഒരിടപാടിനും നമ്മൾ പോകരുത്, ഒരു വ്യക്തിയോടും നമ്മൾ കൈ കൊടുക്കരുത്. ഒരുപക്ഷെ ചില കഷ്ടതകൾ വരുമ്പോൾ നിലവിളിച്ചാൽ രക്ഷപ്പെട്ടെന്നിരിക്കാം. ഈ യേഹൂ ദർശകൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുന്നു, അല്ലെ, യഹോവയുടെ കോപം നിന്റെ മേൽ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചേ. 19-ാം അധ്യായത്തിന്റെ സ്നേഹം കാണിക്കാതെ, അതുകൊണ്ട് 2-ാമത്തെ വാക്യത്തിൽ യഹോവയിൽ നിന്ന് കോപം നിന്റെ മേൽ എന്ത് ചെയ്തിരിക്കുക? നീ ഈ കാര്യം ചെയ്തത് കൊണ്ട്. നിലവിളിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്നുള്ളത് ശരിയാ, അത് ദൈവത്തിൻ്റെതായ പ്രവൃത്തിയാ, ദൈവത്തിന്റെ കരുണയാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുന്ന ഈ ദരിദ്രനെ അല്ലെ സഹായിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. എങ്കിലും നമ്മൾ വ്യവസ്ഥ പ്രകാരം ജീവിക്കണം, വ്യവസ്ഥയിൽ ജീവിക്കണം. ദൈവഹിതമില്ലാത്ത ഒരു ബന്ധവും നമുക്കുണ്ടാകരുത്. ഇതിന്റെ അടുത്ത അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ യഹോശാഫാത്ത് പിന്നെയും ചിലരോട് സഖ്യത ചെയ്തു. ദൈവഹിതമില്ലാത്തതായ ഇടപാടിനൊക്കെ പോയതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വലിയ പരാജയമുണ്ടാകാനിടയായി. ചില നന്മ പ്രവൃത്തി ഉള്ളത് കൊണ്ട് ദൈവം അവന്റെ ജീവിതകാലത്ത് അവന് ദോഷം വരുത്തിയില്ലെങ്കിലും ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വെളിപ്പെടാനിടയായി. പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുന്നതായ ഏതു മനുഷ്യനെയും രക്ഷിപ്പാൻ ദൈവം വിശ്വസ്തന്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന് നിലവിളിച്ച ഏതു വ്യക്തിയെയും കർത്താവ് വിടുവിച്ചിട്ടുണ്ട്, അവരെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു നിലവിളിയുടെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇല്ലെന്നറിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവമായിട്ടുള്ള ബന്ധത്തിന് അല്ല വികാരം വരുമ്പോൾ, ദൈവഹിതമില്ലാത്തതായ ആ ബന്ധങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് നിമിത്തമാണ് പലപ്പോഴും നിലനിൽപ്പിനു വേണ്ടി നിലവിളിക്കേണ്ടി വരുന്നത്. ഈ ആഹാബുമായി ഈ ഒരു സംബന്ധം കൂടിയത് കൊണ്ടാണ് ഈ യഹോശാഫാത്ത് ഈ സ്ഥാനത്ത് നിന്ന് നിലവിളിക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. ഇത് ദൈവഹിതമല്ല എന്ന് മനസ്സിലാക്കി അവൻ മാറി നിന്നിരുന്നെങ്കിൽ ഈ ഒരു നിലവിളിയുടെ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നിലവിളിക്കുന്നതിന് ഉണ്ടാകുന്ന കാരണങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പഠിച്ചു നോക്കിയാൽ നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിന് വിരോധമായി നാം നിൽക്കുന്നത് കൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടും പല നിലവിളികൾ ഉയരുന്ന. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം ആർക്കു വേണ്ടി നിലവിളിക്കണം, എപ്പോൾ നിലവിളിക്കണം, അതുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിലൂടെ വായിക്കാം. നാം ആർക്കു വേണ്ടി നിലവിളിക്കണം, എപ്പോൾ നിലവിളിക്കണം. 2:18-19 വാക്യം. ഞാൻ എന്റെ കർത്താവിനോട് നിലവിളിച്ചു. അടുത്തത് അടുത്ത വാക്യം. അടുത്തത്, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. വഴിത്തലക്കൽ തളർന്നിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി നീ ദൈവസന്നിധിയിൽ നിലവിളിക്കണം. രാത്രിയിൽ വ്യാപാരംഭത്തിൽ നീ എഴുന്നേറ്റ് നിലവിളിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന് വേണ്ടി നിലവിളിക്കണം. ആ നിലവിളി എന്ന് പറയുന്നത് അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിലവിളിയാ. അല്ല, നിലനിൽപ്പില്ലാതെ വന്നതുകൊണ്ട് അല്ല നിലവിളിക്കുന്നതല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു നിലവിളിയാ. അല്ല, സ്വസ്ഥമായും സമാധാനമായും ദൈവസന്നിധിയിൽ കർത്താവേ അല്ല നയിക്കണമേ എന്ന് ദൈവത്തോടുള്ളതായ നിലവിളി. ദൈവമക്കളെ, രാത്രിയുടെ യാമാരംഭത്തിൽ അല്ലെ രാത്രിയുടെ ഏതെങ്കിലും ഒരു അവസരങ്ങളിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഭവനത്തിനു വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മെ ഭാരപ്പെടുത്തുന്ന നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി. ആർക്കും ദോഷം വരാനല്ല, ആരുടെ മേൽ ദൈവകരം ഭാരമാകാൻ വേണ്ടിയല്ല. കർത്താവെ, ക്രിസ്തീയ ജീവിതം സന്തോഷമായി നയിക്കാൻ, ക്രിസ്തീയ ജീവിതം അങ്ങേക്ക് പ്രസാദമായ നിലയിൽ നയിക്കപ്പെടാൻ എന്നെ സഹായിക്കണമേ. അതിനുവേണ്ടി ഒന്ന് നിലവിളിക്കാൻ. ആരും കേൾക്കുകയല്ല, ആരും അറിയണ്ട. നാം ആയിരിക്കുന്ന ഭവനത്തിൽ
രാത്രിയുടെ യാപത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ കഴിയുമോ? ദൈവത്തോട് നിലവിളിക്കുവാൻ. കർത്താവേ, എൻ്റെ കുടുംബത്തെ, ഹല്ലേലൂയ, എൻ്റെ കൂട്ടാളിയെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടുന്ന് നിലനിർത്തണമേ, അവിടുന്ന് പരിപാലിക്കണമേ, ദൈവഹിതപ്രകാരം ഞങ്ങളെ നടത്തണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിച്ച് നിലവിളിക്കാൻ ദൈവമക്കളെ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. നിലവിളിക്കുന്ന ദരിദ്രനെ അവൻ സഹായിക്കുന്നവന്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു നിലവിളി ഉയരുന്നെങ്കിൽ ഒരു നിമിഷം പരിശോധിക്കണം. അതിന് കാരണം എന്താ? ഞാൻ എവിടെയെങ്കിലും വഴിവിട്ടുപോയിട്ടുണ്ടോ? ദൈവത്തിന്റെ പാത വിട്ടുപോയിട്ടുണ്ടോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ കരം എന്റെ മേൽ ഭാരമാകുന്ന സ്വസ്ഥതക്കേട് വരാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഞാനായിട്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ. സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടിയാ ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ദൈവം നൽകുന്ന നാളുകൾ, ദൈവം നൽകുന്നതായ സമയങ്ങൾ ദൈവഹിതപ്രകാരം മാത്രം ചെലവഴിക്കാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിലവിളിക്കുന്നവനെ അവൻ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകൾ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒത്തിരി നിലവിളിച്ചു, ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അടിമവേല ഹേതുവായി ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി ദൈവം കേട്ടു. അവരുടെ സങ്കടം അറിഞ്ഞ് ദൈവം അവരെ സഹായിച്ചു എന്ന് നമ്മൾ പഴയ നിയമഭാഗത്ത് വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ഭക്തന്മാർ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന്, അല്ലെങ്കിൽ സാധുക്കളായ ദൈവമക്കൾ നിലവിളിച്ച ചരിത്രങ്ങളുണ്ട്. കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന് നിലവിളിക്കുന്നു, എന്റെ മകൾക്കൊരു ഭാരമുണ്ട്, കർത്താവെ നീ എന്നെ സഹായിക്കണം. അർഹതയില്ലെങ്കിലും ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം മനസ്സലിയുവാനിടയായി. അല്ലെങ്കിൽ യോഗ്യതയല്ല ദൈവത്തിൽ നിന്ന് നിലവിളിയുടെ മറുപടി പ്രാപിക്കാൻ കാരണമായിരിക്കുന്നത്. ഹൃദയം തകർന്ന് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ നിലവിളിക്കുന്ന ഏതൊരുവന്റെ നിലവിളിക്കും ദൈവം മറുപടി തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ആ ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തിയെല്ലാം. ഹല്ലേലൂയ. നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാം, നമ്മുടെ ഭാരങ്ങൾ ദൈവത്തോട് പറയാം. ഒരു വിടുതലിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ, ഒരു വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നൊരുങ്ങാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കി ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം മുന്നേറുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിവിനെയും സഹായിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവെ, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹായമില്ലാത്തവനാ. എൻ്റെ ജീവിതത്തിൽ നിലവിളിക്കുന്ന അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ദൈവത്തോട് നമുക്കൊന്ന് അടുത്ത് നമ്മുടെ വേദനകളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ദൈവത്തോട് തുറന്നു പറയാം. സഹായിപ്പാൻ ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. സഹായിക്കുന്ന ഒരു കരം ഇന്ന് പകൽക്കാലമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നല്ലതുവണ്ണം ദൈവസന്നിധിയിൽ ഒന്ന് അടുത്തിയെല്ലാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗസ്ഥനായ പ്രിയ കർത്താവെ, നല്ല നിമിഷത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന സമയം മുതൽ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലോ. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിലവിളി ഉയരുന്നതായ സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കുവാൻ വചനത്തിലൂടെ അല്പസമയം ഞങ്ങളെ സഹായിച്ചല്ലോ. ആ ബന്ധത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവിക ബന്ധത്തിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ തകരാറുകൾക്ക് കാരണമായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവഹിതമില്ലാത്തതായ ഏതെങ്കിലും ബന്ധങ്ങൾ ഞങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും ബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, അതും നിലവിളിയുടെ ഒരു കാരണമെന്ന് ഒടുവിലായി ഞങ്ങൾ കേൾപ്പാനിടയായല്ലോ. ദൈവഹിത പ്രകാരം മാത്രം ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അപൂർണതകളും അപാകതകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല വിശുദ്ധ ജീവനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നീ എൻ്റെ രക്ഷകൻ, നീ